ഞാൻ നീലിമ. ഇന്ന് ഒരു നാടൻ വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പച്ച പപ്പായ തോരൻ. പച്ച പപ്പായ നമ്മുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനും അതേപോലെ തന്നെ വെയിറ്റ് ലോസിനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ പച്ച പപ്പായ ഇതേപോലെ ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം ആദ്യം തന്നെ. അതിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം നോക്കുമ്പോൾ ഇതേപോലെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഒരെണ്ണം കഴിച്ചു നോക്കിയാൽ മതി. ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇനി വേറൊരു ചട്ടി വയ്ക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കടുകും 2 വറ്റൽമുളകും ഇട്ട് കൊടുക്കുക. നന്നായിട്ട് അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു പച്ചമുളക് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ 10-15 ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വേപ്പിലും കൂടെ ചേർക്കാൻ മറക്കരുത്. എന്നിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ഇതേപോലെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണോളം ചതച്ച മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ആ പച്ചമണക്ക് മാറുന്ന വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഉള്ളി മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന പപ്പായയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം ചേർത്താൽ മതി. കുറവുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ പപ്പായ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചതാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു കൈപ്പിടി ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അത് ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം എല്ലാം കൂടെ നന്നായിട്ട് ചേർന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ പച്ച പപ്പായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്. അതേപോലെ തന്നെ നല്ല ഒരു ഹെൽത്തി ഡിഷാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് you.